സങ്കീർത്തന പുസ്തകം 112 സങ്കീർത്തനം 1 മുതൽ വാക്യങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും, സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവിനെ സ്തുതിക്കുകയും സ്തുതിച്ചു പാടുകയും ചെയ്യുന്ന സ്വർഗീയ സംഗീതമെന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവായ ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. അങ്ങനെ ധാരാളം ദൈവിക കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. കൊലോസ്യർക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം സാക്ഷ്യപ്പെടുത്തുക, കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. അതെ, നമ്മുടെ സൃഷ്ടാവായ ദൈവം, നമ്മുടെ പരിപാലകനായ ദൈവം ഏറെ സ്നേഹത്തോടെ നമുക്ക് രൂപം നൽകിയ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. വീണ്ടും പരിശുദ്ധാത്മ പ്രചോദിതമായ ദൈവവചനം പറഞ്ഞു വെക്കുക. എഫേസ്യർക്ക് എഴുതപ്പെട്ട ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. 2 കാര്യങ്ങൾ ആ വചനം പറയുന്നത്. ഒന്ന്, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കരവേലയാണ്. സന്തോഷിക്കാൻ നമുക്ക് വകുപ്പുണ്ട്, നമുക്ക് ആനന്ദിക്കാം. കാരണം നമ്മെ മെനഞ്ഞത്, നമ്മെ രൂപപ്പെടുത്തിയത് നമ്മുടെ കർത്താവായ ദൈവം. ഇനി ദൈവം എന്തിനു നമ്മെ രൂപപ്പെടുത്തി, എന്തിനു നമ്മെ സൃഷ്ടിച്ചു? യേശുക്രിസ്തുവിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചത് നാം ഓരോരുത്തരും ചെയ്യേണ്ടിയിരിക്കുന്ന ചില നന്മ പ്രവൃത്തികളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മിലൂടെ പൂർത്തിയാക്കപ്പെടാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന ചില മഹനീയമായ ദൈവീക പദ്ധതികളുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മെ സൃഷ്ടിക്കുകയും നമുക്ക് രൂപം നൽകുകയും ചെയ്ത കർത്താവിനൊക്കെ സ്തുതിക്കാം, ആരാധിക്കാം. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നമ്മിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവീക പദ്ധതികൾക്കായിട്ടുള്ള ദൈവകൃപ, അഭിഷേകം, ശക്തി നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നല്ലോ, അവിടുത്തെ കൂടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അവിടുത്തെ കൃപ കൂടെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാനുള്ള കൃപ ദൈവ ആരാധനയിലൂടെ നമുക്ക് സ്വീകരിക്കാം. ഗാനത്തോട് ചേർന്ന് സൃഷ്ടാവായ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കാം. സൃഷ്ടാവാം ദൈവമേ എൻ യേശുവേ, നിത്യനാം ദൈവമേ എൻ യേശുവേ, സൃഷ്ടാവാം ദൈവമേ എൻ യേശുവേ, നിത്യനാം ദൈവമേ എൻ യേശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ ഗായകനേ, കർത്താദി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ. ധീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടുന്നീതാ. ധീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഈശോയേ, ഹല്ലേലൂയ, ദൈവമേ, ഹല്ലേലൂയ, ശക്തനായ കർത്താവേ, ഹല്ലേലൂയ. യേശുനാമത്തെ വിളിച്ച് സ്തുതിച്ച് ആരാധിച്ച് എല്ലാവരും വിളിച്ച് ദൈവത്തെ വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് ഈശോയേ എന്ന് വിളിച്ച് അനുഗ്രഹിക്കുന്ന ദൈവത്തെ, ശക്തിപ്പെടുന്ന ദൈവത്തെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ, നിനക്ക് രൂപം നൽകിയ കർത്താവിനെ നീ വിളിക്ക്. അവനെ കൂടാതെ നിനക്കൊരു അനുഗ്രഹത്തിന്റെ ജീവിതവും ഇല്ല. നിന്റെ ജീവിതത്തിൽ സന്തോഷം വേണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ പ്രകാശം വേണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഉയർച്ച വേണമെങ്കിൽ ഓർക്ക് നിന്നെ സൃഷ്ടിച്ചവനായ അവനെ നിനക്ക് തരാൻ കഴിയും. നിന്റെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും അവനെ നിനക്ക് തരാൻ കഴിയും. വിളിക്ക്, ഈശോയെ വിളിക്ക്, യേശുവേ എന്ന് വിളിക്ക്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ തരുന്ന സന്തോഷം ഇത് ലോകത്തിന് തരാൻ കഴിയില്ല, വേറെ ആർക്കും തരാൻ കഴിയില്ല, വേറൊരു ശക്തിക്കും തരാൻ കഴിയില്ല. ഒപ്പം ഈശോ പറഞ്ഞു, ഞാൻ തരുന്ന സന്തോഷം എടുത്തു മാറ്റാനായിട്ട് ആർക്കും സാധിക്കില്ല. വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ, യേശുവേ എന്ന് വിളിച്ചേ, സർവശക്തനായ ദൈവത്തെ വിളിച്ചേ, ആഗ്രഹത്തോടെ വിളിച്ചേ. എന്റെ ജീവിതത്തിലേക്ക് ഈശോ ഇറങ്ങി വരണം. എന്റെ ഭവനത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് ഈശോ ഇറങ്ങി വരണം. ആഗ്രഹത്തോടെ വിളിക്കും. രക്ഷകനായ ദൈവം ഇറങ്ങട്ടെ. രക്ഷകനായ ദൈവം ഈശോയെ, 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 ഈശോയെ. യോഹന്നാൻ അപ്പസ്തോലൻ പരിശുദ്ധാത്മ നിറഞ്ഞ് ഇപ്രകാരം എഴുതി വെക്കുവാണ്. 15-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഈശോ പറഞ്ഞ വാക്യമാണ്, ഈശോ പറഞ്ഞ വചനമാണ്. തോർത്തെടുത്ത് പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കപ്പെട്ട് ഇത് അപ്പസ്തോലൻ എഴുതി വെക്കുക. ഈശോ പറയുവാണ്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിട്ടോ ഈശോ വീണ്ടും ഉറപ്പിച്ചു പറയുവാണ്, മുന്തിരിച്ചെടി നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത പോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല. വീണ്ടും വചനം പറയാ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നോ അവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മോട് ഓരോരുത്തരുമായിട്ട് ദൈവം പറയുക, നമ്മുടെ ജീവിതത്തിൽ പച്ചപ്പുണ്ടാവണോ, നമ്മുടെ ജീവിതത്തിൽ ഫലം ഉണ്ടാവണോ, നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവണോ, നമ്മുടെ അധ്വാനങ്ങൾക്ക് ഫലം ഉണ്ടാവണോ, അങ്ങനെയെങ്കിൽ നാം ഈശോയോട് ചേർന്ന് നിൽക്കണം. ഈശോയുടെ വാക്കാത്, നമ്മെ സൃഷ്ടിച്ചവന്റെ വാക്കാത്. അവൻ അറിയാം നമ്മൾ എന്താന്ന്. നമുക്കുള്ളതും അറിയാം, നമുക്കില്ലാത്തതും അറിയാം. നമ്മെ രൂപപ്പെടുത്തിയവൻ പറയുവാണ്, അവനോട് ചേർന്ന് നിൽക്കാണ്ട് നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല, നമ്മൾ വിജയിക്കില്ല. അവനോട് ചേർന്ന് നിന്നാലേ വിജയമുള്ളൂ, ഫലമുള്ളൂ. അങ്ങനെയെങ്കിൽ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, ഈശോ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിന് കൃപ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഗാനത്തോട് ചേർന്ന്, ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ഈശോയെ, നീ എനിക്ക് കോട്ടയായിട്ട് മാറണം. ഈശോയെ, നീ എനിക്ക് ധൈര്യമായിട്ട് മാറണം. ഈശോയെ, നീ എനിക്ക് ശക്തിയായിട്ട് മാറണം. ഈശോയെ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ എൻ്റെ ജീവിതത്തിൽ പച്ചപ്പുണ്ടാവുകയുള്ളൂ, വിജയം ഉണ്ടാവുകയുള്ളൂ. ഈ ബോധ്യത്തോടെ ഗാനത്തോട് ചേർന്ന് സർവശക്തനായ നമ്മുടെ കർത്താവിനെ പാടട്ടെ, സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എൻ ആശ്രയം, അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എൻ ആശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപാനിധിയേ. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപാനിധിയേ. പരിശുദ്ധനെ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ.
പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും ശക്തിയോടെ പാടട്ടെ. ദൈവമേ അങ്ങേ നാമം ആവേശത്തോടെ വിളിക്കട്ടെ. പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും ശക്തി കടന്നു വരട്ടെ. സ്വർഗീയ ശക്തി കടന്നു വരട്ടെ. ജീവിതങ്ങളിലേക്ക് അഭിഷേകം നിറയട്ടെ. പരിശുദ്ധനായ ദൈവത്തിൽ നിന്ന് അഭിഷേകം കടന്നു വരട്ടെ. കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല വ്യക്തികളിലേക്ക്, സകല കുടുംബങ്ങളിലേക്ക് സ്വർഗീയ ശക്തി ഇറങ്ങട്ടെ. ഈശോയേ, യേശുവേ, ഈശോയേ. എല്ലാ തരങ്ങളും സ്തുതിച്ചു പാടും ആനന്ദത്തോടെ ചേർന്ന് മാലാഖമാരോട് ചേർന്ന് യേശുവേ, കർത്താവേ, നിന്റെ നാമത്തെയായി ഞങ്ങൾ സ്തുതിക്കുക. ഈശോയേ, 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 യേശുവേ, യേശുവേ. വിളിക്കട്ടെ, എല്ലാ തരങ്ങളും വിളിക്കട്ടെ. കർത്താവിനെ വിളിക്കട്ടെ. രക്ഷകനായ ദൈവത്തെ വിളിക്കും. നിന്നെ അനുഗ്രഹിക്കുന്ന നിന്റെ ദൈവത്തെ വിളിക്കുക. നിന്നെ ശക്തിക്കുന്ന നിന്റെ ദൈവത്തെ വിളിക്കുക. നിന്റെ ജീവിതത്തെ പച്ചയാക്കി മാറ്റാൻ കഴിയും ദൈവത്തെ വിളിക്കുക. നിന്റെ ജീവിതത്തിൽ ഫലങ്ങളാൽ നിറച്ച് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്ന സർവശക്തനായ കോട്ടയായ ദൈവം സംരക്ഷണമായിട്ട് സ്വയം കടന്നു വരണേ. എല്ലാ ജീവിതങ്ങളിലെയും കടന്നു വരണേ. കണ്ണുനീരൊപ്പുന്ന സാന്നിധ്യമായിട്ട് കടന്നു വരണേ. സ്വയം ഞങ്ങളുടെ മുറിവുകളിൽ നിന്ന് വിശ്വാസമായിട്ട് തൈലമായിട്ട് കടന്നു വരണം. കർത്താവ്, ഞങ്ങളുടെ മാനസിക മുറിവുകളിലേക്ക്, ശാരീരിക വേദനകളിലേക്ക് കടന്നു വരണം. സ്വയം ഞങ്ങളുടെ ബലഹീനതകളിലേക്ക് നീ കടന്നു വരണം. സ്വയെ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണം. സ്വയെ നീ ഞങ്ങളെ ദൈവത്തിന്റെ വചനം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 11 വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നോക്കിക്കേ, നമ്മെ സൃഷ്ടിച്ചവൻ, നാം എന്താന്ന് പൂർണ്ണമായിട്ട് അറിയുന്നവൻ, അവൻ പറയുക, നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള പദ്ധതി അവിടുത്തെ മനസ്സിലുണ്ട്. നീയോ ആ പദ്ധതിയെക്കുറിച്ച് ദൈവം തന്നെ പറയുവാണ്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള, നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. വീണ്ടും വചനം പറയുവാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കാം, നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടണം. ഈശോയെ, എന്നെങ്കിലും എപ്പോഴെങ്കിലും ഞാൻ നിന്റെ ഹിതത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, കർത്താവ്, ഞങ്ങളുടെ ഭവനം നിന്റെ ഹിതത്തിൽ, നിന്റെ പദ്ധതിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരികെ നിന്റെ പദ്ധതിയിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണേ. ആഗ്രഹത്തോടെ ദൈവത്തിന്റെ ഹിതം, എൻ്റെ ഈശോയുടെ ഹിതം, എന്നെ സൃഷ്ടിക്കുകയും എന്നെ പരിപാലിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന എൻ്റെ കർത്താവിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ഗാനത്തിന്റെ വരിക പറയാ. ദൈവമേ, എൻ്റെ ആഗ്രഹം ഇതാണ്, നിന്റെ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടണം. ചേർന്ന് പാടി ആരാധിച്ച് നിൻഹിതം പോലെന്നെ നടത്തണേ, പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തണേ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഗ്രഹത്തോടെ ഈശോട് പറഞ്ഞു, കൂരിരുളായാലും താഴ്വരയായാലും, കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ, പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടും നീ, നാം ധീരനാം ദൈവമേ അങ്ങേ
പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ നാവുകളും പാടട്ടെ, പ്രാർത്ഥിക്കട്ടെ. ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ ദൈവം ആരാധിക്കട്ടെ. രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നീതാ ദൈവമേ, ദൈവമേ അങ്ങേ സകല ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ സ്വയം ഹല്ലേലൂയ ഹല്ലേലൂയ സന്തോഷത്തോടെ പാടി ഹല്ലേലൂയ കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ ശക്തി സ്വീകരിച്ച് ഹല്ലേലൂയ ആരാധന ഉയരട്ടെ. ഹല്ലേലൂയ സ്വയം ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ സ്വയം എന്റെ ഈശോയെ, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ശക്തിപ്പെടുത്തുന്ന കർത്താവേ, അഭിഷേകം ചൊരിയുന്ന കർത്താവേ, നിന്റെ നാമത്തെയായി ഞങ്ങളെ വിളിച്ചപേക്ഷിക്കും കർത്താവേ. നിന്നിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് കർത്താവേ. നിന്റെ ശക്തിയെ ഞങ്ങൾ നിറയട്ടെ കർത്താവേ. നിന്റെ അഭിഷേകം ഞങ്ങൾ കർത്താവേ. ഓരോരുത്തരെയും ഓരോരുത്തരുടെയും ജീവിതങ്ങളെയും നിന്റെ ശക്തിയാ നിറക്കണം ഈശോയെ. നീ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിജയമുണ്ട് ഈശോയെ. നീ കൂടെയാണ് ഞങ്ങൾക്ക് രക്ഷയുണ്ട് ഈശോയെ. നിന്റെ പദ്ധതി, നിന്റെ അനുഗ്രഹത്തിന്റെ പദ്ധതി ഞങ്ങളുടെ മേൽ പൂർത്തീകരിക്കണം ഈശോയെ. ഈശോയെ, ഈശോയെ, അങ്ങ് കണ്ണുനീരൊപ്പുന്നവനാണല്ലോ കർത്താവേ. അങ്ങ് കരം പിടിച്ചുയർത്തുന്നവനാണല്ലോ കർത്താവ്. ഞങ്ങളുടെ കരം ഞങ്ങളുടെ ജീവിതത്തോട് നീ ചേർന്ന് നിൽക്കണേ ഈശോയെ. ഈശോയെ, ഈശോയെ, നീ ഞങ്ങളോട് ചേർന്ന് നിൽക്കുമെന്ന് വിശ്വസിച്ചോണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു ഈശോയെ. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഞങ്ങളുടെ കരം പിടിച്ചതിനെയോ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു കർത്താവ്. ഇന്ന് ഞങ്ങൾ എന്തായിരിക്കുന്നു അത് നിന്റെ ദാനമാണല്ലോ ഈശോയെ. ഇത്ര നാളും നീ ഞങ്ങളെ കാത്ത് പരിപാലിച്ചതിനെയോ താങ്ങി നിർത്തിയതിനെയോ സ്തുതിക്കുന്നു. നീ ഞങ്ങൾ ഇവിടം വരെ എത്തിയെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ സംരക്ഷണത്തിന്റെ കരമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി ഈശോയെ. ഈശോയെ, ഈശോയെ, ശക്തനായ ദൈവമേ, രക്ഷകനായ ദൈവമേ, ഈ കൂട്ടായ്മയോട് ചെന്ന് പ്രാർത്ഥിക്കുന്ന സകല മനുഷ്യരെയും അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ആരൊക്കെ ഏതൊക്കെ അവസ്ഥയിലാണ് നിന്നെ വിളിക്കുന്നതെങ്കിൽ അവസ്ഥകളിലേക്കൊക്കെ സ്വർഗീയ ശക്തി ഇറങ്ങട്ടെ, സ്വർഗീയ അഭിഷേകം ഇറങ്ങട്ടെ ഈശോയെ. രോഗികൾക്ക് സൗഖ്യം നൽകണേ, രോഗപ്പെടുന്ന വിടുതൽ നൽകണേ ഈശോയെ. അസ്വസ്ഥയുള്ള കുടുംബങ്ങളിലേക്ക് സ്വർഗീയ ശക്തി ഇറങ്ങട്ടെ, എല്ലാ ബന്ധനങ്ങളും അടിയട്ടെ, പിശാചൊരുക്കുന്ന പാപത്തിന്റെ ബന്ധനങ്ങള്, പാപത്തിന്റെ പദ്ധതികൾ പൊളിയട്ടെ, സ്വർഗീയ ശക്തി നിറയട്ടെ. ദമ്പതികൾക്കിടയിലുള്ള എല്ലാ അസ്വസ്ഥതകളും കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ഐക്യം ഉണ്ടാകട്ടെ, ആനന്ദം ഉണ്ടാകട്ടെ, സ്നേഹം ഉണ്ടാകട്ടെ, കലഹങ്ങൾ മാറട്ടെ, വെറുപ്പ് വിദ്വേഷങ്ങൾ മാറട്ടെ ഈശോയെ. അന്ധവിശ്വാസങ്ങൾ നിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ, വിട്ടുപോകട്ടെ. സകല മനുഷ്യരും സത്യദൈവത്തിലേക്ക് എടുക്കട്ടെ. സത്യദൈവത്തിൽ നിന്ന് ദൈവാരാധന അകറ്റുന്ന എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും കർത്താവായ യേശുവിന്റെ അധികാര നാമത്തിൽ ബന്ധിക്കുന്നു, മാറിപ്പോകട്ടെ. സിദ്ധാവായ ദൈവത്തെ മനസ്സിലാക്കി, രക്ഷിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിൽക്കും സകല മനുഷ്യർക്കും സാധിക്കും. ഈശോയെ, ഈശോയെ, രക്ഷിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കുന്ന ദൈവമേ, നിന്റെ നാമത്തെ വിളിക്കുന്നു. നിന്റെ നാമത്തെ വിളിക്കുന്ന എല്ലാ മനുഷ്യരിലേക്കും രക്ഷ വാഗ്ദാനം ചെയ്യുമെന്നുള്ള നിന്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ച് വിളിക്കുന്നു ഈശോയെ. അഭിഷേകം ചൊരിയണേ, രക്ഷ ചൊരിയണേ, അന്ധകാരം മാറട്ടെ, പ്രകാശത്താ നിറയട്ടെ ഈശോയെ. ഈശോയെ, ഈശോയെ, ഈശോയെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 4 മുതൽ വാക്യങ്ങൾ. നീ എനിക്ക് പ്രിയപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്കുനിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും, പടിഞ്ഞാറുനിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുകൊടുക്ക എന്നും
തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരും. എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും കൊണ്ടുവരും. നോക്കിക്കേ, ദൈവത്തിന്റെ വചനം പറയുക, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനത്തോട് പറയുക. എന്താ പറയുക? നീ എനിക്ക് വിലപ്പെട്ടവനാ, വിലപ്പെട്ടവളാ, ബഹുമാന്യന, പ്രിയങ്കരനും പ്രിയങ്കരിയുവാ. നോക്കിക്കേ, സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിച്ച് നമ്മെ ഓരോരുത്തരെ നോക്കിയിട്ട് ദൈവത്തിന്റെ വചനം പറയുക. നമ്മൾ ഓരോരുത്തരും ദൈവമായ കർത്താവിന് വിലപ്പെട്ടവരാ, പ്രിയമുള്ളവരാ. കർത്താവ് നമ്മെ സ്വന്തമായിട്ട് സൃഷ്ടിച്ചതുകൊണ്ട് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ഇനി അങ്ങനെ സ്നേഹിക്കുന്ന ദൈവജനത്തെ കുറിച്ച് പറയുക, എൻ്റെ പുത്രന്മാരെയും എൻ്റെ പുത്രിമാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ കൊണ്ടുവരും. നോക്കിക്കേ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരുമായ എല്ലാവരെയും കൊണ്ടുവരും. ദൈവത്തിന്റെ വചനം പറയുക, പ്രവാചകനോട് അരുളി ചെയ്യുക. അടിമത്തത്തിന്റെ നാട്ടിലേക്ക്, അടിമത്തത്തിന്റെ സാഹചര്യത്തിലേക്ക് വീണുപോയി ഇസ്രായേൽ ജനത്തെ കുറിച്ച് വചനം പറയുക. അവർ കർത്താവിനെ വിളിക്കാൻ തുടങ്ങിയപ്പോ, കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോ അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുക, അവരെ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് എവിടേക്കൊക്കെ ചിതറിക്കപ്പെട്ടു പോയോ, എവിടേക്കാണ് ഇപ്പൊ അവരായിരിക്കുന്നത്, വേദനയിലാണോ കണ്ണുനീരിലാണോ, അവിടെ നിന്നൊക്കെ അവരെ കൊണ്ടുവരണം. കാരണം അവർ എനിക്ക് പ്രിയപ്പെട്ടവരാ, പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുവാ. നമ്മെ ഓരോരുത്തരെയും നോക്കി നമ്മെ സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, രക്ഷിക്കുന്ന, നമുക്ക് വേണ്ടി കുരിശുമേ മരിച്ച കർത്താവ് പറയുക, നമ്മൾ പ്രിയപ്പെട്ടവരാ. നമ്മെക്കുറിച്ച് കർത്താവിന് മഹത്വത്തിൻ്റെതായ ഒരു പദ്ധതിയുണ്ട്. അങ്ങനെയെങ്കിൽ സന്തോഷത്തോടെ, ആനന്ദത്തോടെ ഗാനത്തിന്റെ വരികോട് ചേർന്ന് ഒന്നുകൂടെ ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുവാണ്. എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം, എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ ദൈവം, ആ ദൈവത്തെ ഞാൻ സ്തുതിക്കും, ആരാധിക്കും. ആ ദൈവം പരിശുദ്ധനാണ്, ആ ദൈവം സർവശക്തനാണ്. ആ ദൈവത്തെ സ്തുതിക്കുന്നതിൽ, ആരാധിക്കുന്നതിൽ ഞാൻ ആനന്ദിക്കുന്നു. ആനന്ദത്തോടെ ഗായകരോട് ചേർന്ന് പാടി സ്തുതിക്കട്ടെ. ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, സൃഷ്ടാവാം ദൈവമേ എന്നേശുവേ, നിത്യനാം ദൈവമേ എന്നേശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിൻ ദായകനേ, കർത്താവേ കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിടും നീതാ. സന്തോഷത്തോടെ ദൈവമേ അങ്ങേ നാമിച്ചിടും ദൈവമേ, രാജാവേ അങ്ങേ വാഴ്ത്തിടും നീതാ. ദൈവമേ, അങ്ങേ നാമിച്ചിടും എനിക്ക് വേണ്ടി കുരിശ് മരിച്ച ദൈവമേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആനന്ദത്തോടെ പാടി ഹല്ലേലൂയ 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 എല്ലാ തരങ്ങളിലും ഹല്ലേലൂയ ഉയരട്ടെ. ദൈവാരാധന, ദൈവസ്തുതി ഉയരട്ടെ. ശക്തനായ ദൈവമേ, രക്ഷിക്കുന്ന ദൈവമേ, മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് കർത്താവിനെ സ്തുതിച്ച്, കർത്താവിനെ ആരാധിച്ച് സർവ്വജനങ്ങളും ദൈവത്തിന്റെ അഭിഷേകവും കൃപയും സ്വീകരിക്കുന്നല്ലോ. യേശുവേ, രക്ഷകനായ ദൈവമേ, ശക്തനായ ദൈവമേ, അനുഗ്രഹിക്കുന്ന കർത്താവേ, സൃഷ്ടിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവമാണ്, പരിപാലിക്കുന്ന ദൈവമാണ്. ആ സൃഷ്ടിച്ച ദൈവത്തോട്, രക്ഷിക്കുന്ന ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. കർത്താവിന്റെ പരിപാലനയും
കർത്താവിൻ്റെ രക്ഷയും എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകലരെയും യേശുനാമത്തിൽ ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, രോഗശാന്തി ഉണ്ടാകട്ടെ, ജീവിതത്തിലേക്ക് ആനന്ദവും അഭിഷേകവും കടന്നു വരട്ടെ. ഈശോ സമൃദ്ധമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ.